കോട്ടയം മാങ്ങാനത്ത് ബിവറേജസ് ഔട്ട്ലെറ്റ് കൊണ്ടുവരാനുള്ള നീക്കത്തിനെതിരെ നടത്തുന്ന സമരം വിജയത്തിലേക്ക്. നാട്ടുകാരുടെ ആവശ്യത്തിൽ ഹൈക്കോടതി ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. ജനങ്ങളെ കേട്ട ശേഷം നടപടിയെടുക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ലഹരിവിരുദ്ധ യാത്രയുമായി SKN കോട്ടയത്തെത്തിയപ്പോൾ ഇവരെ സന്ദർശിച്ചിരുന്നു. മാങ്ങാനം ജംഗ്ഷനിലാണ് പുതിയ ഔട്ട്ലെറ്റ് തുടങ്ങാൻ ബീവറേജസ് തീരുമാനിച്ചത്. ജനവാസ മേഖലയായ ഇവിടെ നിരവധി വീടുകളും ആരാധനാലയങ്ങളുമുണ്ട്. കൂടാതെ സമീപത്തായി ഒരു സ്കൂളും പ്രവർത്തിക്കുന്നുണ്ട്. ഇതാണ് പ്രതിഷേധം ശക്തമാകാനുള്ള കാരണം. പ്രതിഷേധം വകവെക്കാതെ ഔട്ട്ലെറ്റിനായി ബിവറേജസ് നീക്കം നടത്തിയതോടെ നാട്ടുകാർ സംഘടിച്ചു. കഴിഞ്ഞ കുറെ നാളുകളായി ശക്തമായ സമരപരിപാടികളാണ് നാട്ടുകാർ ഇവിടെ നടത്തുന്നത്. പിന്നാലെയാണ് ഇവർ ഹൈക്കോടതിയെ സമീപിച്ചത്. കേസ് പരിഗണിച്ച കോടതി ബീവറേജസിനോടും എക്സൈസിനോടും വിശദീകരണം തേടി. ഔട്ട്ലെറ്റ് തുടങ്ങാനുള്ള അപേക്ഷ മാത്രമാണ് നൽകിയതെന്ന് ബീവറേജസ് കോടതിയെ അറിയിച്ചു. ഇതേ കാര്യം എക്സൈസും ബോധിപ്പിച്ചതോടെ കോടതി നാട്ടുകാരെ കൂടി കേട്ടതിനു ശേഷമേ തീരുമാനമെടുക്കാവൂ എന്ന് നിർദ്ദേശിച്ചു. അത് തെറ്റായ രീതിയിലാണെന്നാണ് കോടതിയിൽ വാദിച്ചത്. അപ്പോൾ ഇവർ പറഞ്ഞ് ആ രീതിയിലുള്ള നടപടികളൊന്നും ആയിട്ടില്ല, ലൈസൻസ് കൊടുത്തിട്ടില്ല, ലൈസൻസിനുള്ള ആപ്ലിക്കേഷൻ മാത്രമേ വന്നിട്ടുള്ളൂ. ഈ ഔട്ട്ലെറ്റുമായിട്ട് ബന്ധപ്പെട്ട എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് എന്ത് നടപടി എടുത്താലും ആ നടപടി എടുക്കുന്നതിന് മുമ്പായിട്ട് പരാതിക്കാരായിരിക്കും ഞങ്ങളെ കേൾക്കണം. കേട്ടതിന് ശേഷം മാത്രമേ നടപടി എടുക്കാവൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൂരപരിധി വലിയ പ്രശ്നമായതോടെ ഗേറ്റ് പിന്നിലേക്ക് മാറ്റി പുതിയ വഴിയുണ്ടാക്കാനും നീക്കം നടന്നു. എന്നാൽ ദൂരപരിധി ലംഘിച്ചുവെന്ന് കൃത്യമായി കോടതിയെ ബോധ്യപ്പെടുത്താനായത് നാട്ടുകാരുടെ വാദങ്ങൾക്ക് ശക്തി പകർന്നു. ഹൈക്കോടതിയിൽ നിന്നും അനുകൂല നടപടി ഉണ്ടായതോടെ സമരം താൽക്കാലികമായി നാട്ടുകാർ അവസാനിപ്പിച്ചിട്ടുണ്ട്. സമരം ശക്തമായി പോകുന്നതിനിടെ ലഹരിക്കെതിരെ കേരളയാത്ര നടത്തുന്ന 24 ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായർ സമരക്കാരെ സന്ദർശിച്ച് പിന്തുണ നൽകിയിരുന്നു. നിലവിൽ സമരം അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഔട്ട്ലെറ്റ് തുടങ്ങാനുള്ള നീക്കം നടന്നാൽ അതിനെ ശക്തമായി ചെറുത്തുതോൽപ്പിക്കാൻ തന്നെയാണ് നാട്ടുകാരുടെ തീരുമാനം. കോട്ടയത്ത് നിന്ന് അരുൺ നിണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ.